കരിമങ്കല്യം പോക്കാനായിട്ട് ഇതിനേക്കാളും എളുപ്പ വഴി വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു നാച്ചുറൽ റെമഡിയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം 2 ടീസ്പൂൺ റൈസ് പൗഡർ വേണം, അരിപ്പൊടി വേണം. പിന്നീട് ചേർക്കുന്നത് 2 ടീസ്പൂൺ കടുക്കട പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി തുല്യ അളവിൽ എടുത്തിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അതങ്ങ് കാച്ചി കുറുക്കി കൊണ്ടുവരാം കേട്ടോ. കാച്ചി കുറുക്കി കഴിയുമ്പോൾ അതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് അല്പം അങ്ങ് മാറ്റി വെക്കാം. തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് ആവശ്യാനുസരണം എടുത്തിട്ട് ഒരു പ്ലേറ്റിൽ വേറൊരു പ്ലേറ്റിലാക്കിയിട്ട് അല്പം പാലോ തൈരോ ഇനി ഇത് രണ്ടും ചേർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടറോ വെള്ളമോ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുക. മാക്സിമം ഒരു 20-25 മിനിറ്റ് വെക്കുക കേട്ടോ. അരമണിക്കൂർ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഷ് ചെയ്യുക. വാഷ് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ സ്കിന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ടാവും. മാത്രമല്ല ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിൽ ഉണ്ടാകുന്ന കരിമങ്കലും ഫെയ്ഡ് ഔട്ട് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നല്ലൊരു ജെല്ലോ ക്രീമോ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്.